കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ആ ജോയിൻ്റ് സ്റ്റിഫായി ഫീൽ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ സ്റ്റേജിൽ അധികം സിംറ്റംസ് ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ആകെ കുറച്ച് സ്റ്റിഫ്നെസ് മാത്രമേ നമുക്ക് ആ ജോയിൻസിൽ കാണപ്പെടുന്നുള്ളൂ. അത് കുറച്ച് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും. അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം തന്നെ പുറമെ നിന്നുള്ള ബേക്കറി ഫുഡുകൾ, കളേർഡ് ഫുഡുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഹൈ സോൾട്ടുള്ള അധികം ഉപ്പുള്ള ഫുഡുകളെല്ലാം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര, ചീഫ് ഫിസിഷ്യൻ, ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനസ്, കൂറ്റനാട്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് കംപ്ലൈൻറ്റുകളാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജോയിൻറ്റുകളിൽ ചെറുതായിട്ട് മരവിപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക. അത് കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ചെറിയ എക്സസൈസുകൾ കാണിക്കുമ്പോൾ അത് ശരിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ആ ജോയിൻ്റ് സ്റ്റിഫായി ഫീൽ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി ഇതിനുള്ള കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്നുള്ളൊരു കണ്ടീഷനാകാം. ഇനി എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ തന്നെ ജോയിൻസിനെ അല്ലെങ്കിൽ സന്ധികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത്. ഏറ്റവും വേദന കൂടുതലുള്ള ഒന്നാണ് ഈ ആമവാദം എന്ന് പറയുന്നത്. നമ്മുടെ പല ജോയിൻറ്റുകളിലായി വേദനകൾ അനുഭവപ്പെടുന്നു. ഇനി ഇതിന് എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്? നമുക്ക് ജോയിൻറ്റുകളിൽ തരിപ്പ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ വേദന. അത് കുറച്ച് നേരം നമ്മൾ കൈകൾ കൊണ്ട് ചെറിയ എക്സസൈസുകൾ ചെയ്യുമ്പോൾ അത് ശരിയാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ വേദന, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ഫീൽ ആവുന്നതും ഇതിന് ഒരു ലക്ഷണമാണ്. പിന്നെ ചിലർക്ക് നടക്കുമ്പോൾ കാൽമുട്ടുകളിലെല്ലാം പൊട്ടൽ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അതും ഈ RA അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്, അതുപോലെ തന്നെ തളർച്ച, അതുപോലെ മരവിപ്പ്, ഇടയ്ക്ക് ബേണിംഗ് സെൻസേഷനൊക്കെ ഫീൽ ചെയ്യുന്നതെല്ലാം ഈ RAയുടെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ജോയിൻസിൽ വരുന്ന എന്തൊക്കെ സിംറ്റംസ് എന്നായിരുന്നു. ഇനി അതല്ലാതെ നമുക്ക് ശരീരത്തിൽ തളർച്ച, അതുപോലെ തന്നെ കണ്ണുകളിൽ വരൾച്ച ഫീൽ ചെയ്യുന്നു, അതുപോലെ തന്നെ വായിൽ വരണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ ഇതിൽ വരുന്ന ലക്ഷണങ്ങളാണ്. വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറയുന്നതും എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി, അതായത് പാരമ്പര്യമായിട്ട് മുന്നേ ഉണ്ടായിരുന്നവർക്ക്, അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വരണമെന്ന് നിർബന്ധമില്ല, വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ഒരിക്കൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് മറ്റൊന്ന് വരാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എങ്ങനെയാണ് പ്രോഗ്രഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 4 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ നടക്കുന്നത് നമ്മുടെ ബോഡി നമ്മുടെ തന്നെ ജോയിൻറ്റിനെ മിസ്റ്റേക്കായിട്ട്, അതായത് തെറ്റായി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആദ്യത്തെ സ്റ്റേജിൽ അധികം സിംറ്റംസ് ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ആകെ കുറച്ച് സ്റ്റിഫ്നെസ് മാത്രമേ നമുക്ക് ആ ജോയിൻസിൽ കാണപ്പെടുന്നുള്ളൂ. അത് കുറച്ച് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിലാവുമ്പോൾ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും, അതുപോലെ തന്നെ ഈ ജോയിൻറ്റ്, ആ സന്ധി നീർക്കെട്ടുണ്ടാവുകയും അത് സ്വെൽ ചെയ്യുകയും ചെയ്യപ്പെടുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലുകൾ ബെൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. ഈ ബെൻഡ് ആവുന്ന എല്ലുകൾ അതിനടുത്തുള്ള നെർവ്സിൽ പ്രഷർ കൊടുത്തിട്ട് നെർവ് പെയിനുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. ഇനി നാലാമത് എന്ന് വളരെ സിവിയർ കണ്ടീഷനാണ്. ഈ 2 ബോൺസും ജോയിൻ ചെയ്ത് ഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് അത്ര വരെ സിവിയറിറ്റി അധികം പോവാറില്ല. അതിന് മുന്നേ തന്നെ ആൾക്കാർ അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് നമ്മുടെ കണ്ണുകളിലേക്കും, അതുപോലെ തന്നെ ലങ്സ്, അതുപോലെ ഹാർട്ട്, അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
ഇതിനു വേണ്ടിയുള്ള മരുന്നുകൾ കൂടുതലും അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് സപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ദീർഘകാലം ഇങ്ങനെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത് മറ്റ് പല കോംപ്ലിക്കേഷൻസിനും കാരണമാകുന്നു. അതിന് പകരമായി നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമുക്കിത് ഒരു വിധം നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, അത് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റിൽ തന്നെ നമുക്ക് CRP ടെസ്റ്റ്, അതുപോലെ തന്നെ RH ഫാക്ടർ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ESR റേറ്റ് തുടങ്ങിയവയെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഇനി നമുക്ക് മറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന എക്സ്റേസ്, അതുപോലെ തന്നെ MRI സ്കാൻ വഴി നമുക്ക് ഈ ജോയിൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലാണ് ഡയറ്റ്, അതുപോലെ തന്നെ എക്സസൈസുകൾ നമുക്ക് ചെയ്യുക വഴി നമുക്കിതിലൂടെ നമുക്കിതൊരു വിധം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യം തന്നെ ഡയറ്റിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്തേക്ക് വരുന്നത് ബീൻസ്, പീസ് ഒക്കെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. ഇതിനകത്ത് ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബെറീസ്, അതുപോലെ തന്നെ ഗ്രേപ്സ് എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ബ്രൊക്കോളി, അതുപോലെ തന്നെ പിന്നെ മറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നമ്മുടെ ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആംല, അതുപോലെ നെല്ലിക്ക, അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി, ഇതെല്ലാം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ C, വൈറ്റമിൻ D, അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. ഈ ചെറു മത്സ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള omega-3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ളതാണ്. ഇനി അത് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും omega-3 ഫാറ്റി ആസിഡ്സോ അതുപോലെ തന്നെ omega-6 ഫാറ്റി ആസിഡ്സോ ഒരു പ്രൊപ്പോർഷനിലായിട്ട് എടുക്കാനായിട്ട് നോക്കണം. അതായത് omega-6 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷനെ കൂട്ടാനായിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ ഈ omega-6 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സും ഒരു പ്രൊപ്പോർഷനിലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു പ്രൊപ്പോർഷനിൽ കഴിക്കാനായിട്ട് നോക്കേണ്ടതാണ്. ഈ omega-6 ഫാറ്റി ആസിഡ്സിൽ കൂടുതൽ കാണപ്പെടുന്നത് ഈ വെജിറ്റബിൾ ഓയിൽസിലൊക്കെയാണ്. അപ്പോൾ അത് ഒരു പ്രൊപ്പോർഷനിൽ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഡയറ്റിനകത്തേക്ക് ഗ്രീൻ ടീ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഗാർലിക്, ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം തന്നെ പുറമെ നിന്നുള്ള ബേക്കറി ഫുഡുകൾ, കളേർഡ് ഫുഡുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഹൈ സോൾട്ടുള്ള, അധികം ഉപ്പുള്ള ഫുഡുകളെല്ലാം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആൽക്കഹോൾ കൺസംഷൻ, അതായത് മദ്യപാനം ഉള്ളവരാണെങ്കിൽ അത് വളരെയധികം ഹാനികരമാണ് ഈ ആറയുള്ള പേഷ്യൻസിന്. സോ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പുകവലിയും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് ഒഴിവാക്കണം, അത് കുറച്ചത് കൊണ്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓയിലി ഫുഡുകൾ ഇതുപോലെ തന്നെ നമുക്ക് വളരെ കട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനെ കാണുക. ഉടനെ തന്നെ അതിന് ഉള്ള പ്രതിവിധികൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.